രാഹുൽ ഈശ്വർ ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട്. ശ്രീ രാഹുൽ ഈശ്വർ, ദേവസ്വം ബോർഡും ഒരു കൃത്യതയിലേക്ക് എത്തുകയാണ്, കോടതിക്ക് മുൻപിലേക്ക് സമർത്ഥിക്കുകയാണ്. ഒരു ലിംഗവിവേചനവും ഉണ്ടായിട്ടില്ല എന്ന നിലപാടിലേക്ക് ദേവസ്വം ബോർഡ് എത്തുകയാണ്. അത് എത്രത്തോളം പ്രധാനപ്പെട്ടതാണ്? ശ്രീ പ്രതീഷ്, രണ്ട് കാര്യങ്ങൾ. ഒന്നാമത്തേത്, ഇത് വളരെ സ്വാഗതാർഹമാണ്. ഇലക്ഷൻ ഉണ്ടോ ഇലക്ഷൻ ഇല്ലയോ എന്ന കാര്യങ്ങളൊന്നും ഞാൻ പറയുന്നില്ല, കാര്യം ഞങ്ങളുടെ വിശ്വാസികൾക്ക് അതൊന്നും ഒരു കാര്യമല്ല. പക്ഷേ ദേവസ്വം ബോർഡ് ഈ നിലപാടെടുത്തത് സുപ്രധാനമാണ്. അതിന് ജയകുമാർ സാറിനെ പ്രത്യേകം ഒരു വിശ്വാസി എന്ന നിലയിൽ നന്ദി പറയുന്നു. ജയകുമാർ സാർ തീർച്ചയായിട്ടും ഭരണത്തിൽ ഇരിക്കുന്നവരുടെ സപ്പോർട്ടോടുകൂടിയായിരിക്കും എടുത്തതെന്ന് കാര്യത്തിൽ സംശയമില്ലല്ലോ. അതുകൊണ്ട് അവർക്കും നന്ദി പറയുന്നു. പക്ഷേ ഞങ്ങൾക്കാർക്കും ഇതിൽ രാഷ്ട്രീയമോ മറ്റു കാര്യങ്ങളോ ഇല്ല. അതുകൊണ്ട് ദേവസ്വം ബോർഡ് എടുത്ത തീരുമാനം ആശ്വാസകരമാണ്. രണ്ടാമത്തെ പോയിന്റ്, ദേവസ്വം ബോർഡ് ഈ നിലപാട് എടുത്തില്ലെങ്കിൽ നമ്മൾ സുപ്രീം കോടതിയിൽ ഫൈറ്റ് ചെയ്ത് ജയിക്കുമെന്ന് അങ്ങേക്കും അറിയാം, ബാക്കിയുള്ളവർക്കും അറിയാം. പക്ഷേ ദേവസ്വം ബോർഡ് എടുത്തതിൽ ഒരു പോസിറ്റിവിറ്റി ഉണ്ട്, നന്മയുണ്ട്. ആ തന്നെ അഭിനന്ദിക്കുന്നു. ഈ ഒരു കാര്യം കൂടെ പറയാം, അത് മാത്രം അടച്ചു മാറ്റി കൊടുക്കരുത്. യഥാർത്ഥത്തിൽ നമ്മൾ ശബരിമല വേറെ ഡിനോമിനേഷനൊന്നും അല്ല, നമ്മൾ ഹിന്ദുക്കൾ തന്നെയാണ്. പക്ഷേ ഈ ഡിനോമിനേഷൻ എന്ന് പറഞ്ഞ് വാദിക്കേണ്ടി വരുന്ന ഗതികേട് എന്തുകൊണ്ടാണെന്ന് അറിയാമോ? ഹിന്ദു ആണെന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു അവകാശവും ഇല്ല, ഹിന്ദു ആണെന്ന് പറഞ്ഞാൽ ഇത് നിലനിൽക്കില്ല. അതുകൊണ്ട് നമ്മളൊരു അവാന്തര വിഭാഗമാണെന്നും ഡിനോമിനേഷൻ ആണെന്നും ഒക്കെ പറഞ്ഞ് വളഞ്ഞ വഴിയിലൂടെ മൂക്കിത്തൊടാൻ നോക്കുക. പക്ഷെ എന്നിരുന്നാലും ഇതല്ല ശരിക്കും ഉണ്ടാവേണ്ട വാദം ശബരിമലയിൽ ലക്ഷക്കണക്കിന് സ്ത്രീകൾ ഓൾറെഡി വരുന്നുണ്ട്. യുവതികൾക്കൊരു പ്രായ നിയന്ത്രണം മാത്രമാണുള്ളത്. ഇത് ലിംഗവിവേചനമല്ല. ഇതിന്റെ കാരണം ദേവന്റെ ക്യാരക്ടർ, നൈഷ്ഠിക ബ്രഹ്മചര്യമാണ്. ഇത് കേരള ഹൈക്കോടതിയുടെ വിധിയുണ്ട്. ഇത് രാഹുൽ ഈശ്വർ കൈന്നിട്ട് പറയുന്നതല്ല. 1991 നമ്മുടെ എസ് മഹേന്ദ്രൻ വേഴ്സസ് ട്രാവൻകൂർ ദേവസ്വം ബോർഡ് 38ാം പാരാഗ്രാഫിൽ ബഹുമാനപ്പെട്ട ഹൈക്കോടതി വളരെ പഠിച്ചിട്ട് കണ്ടെത്തുന്നുണ്ട് ഇത് ക്യാരക്ടർ ഓഫ് ദി ഡീറ്റി, അഥവാ ദേവൻ നൈഷ്ഠിക ബ്രഹ്മചാരി കാരണമാണ് എന്ന്. ഇത് വളരെ വെൽ സ്റ്റഡീഡാണ്. പക്ഷേ അങ്ങ് നേരത്തെ പറഞ്ഞതുപോലെ ഇന്ദു മൽഹോത്രയുടെ വെർഡിക്റ്റിന്റെ ലൈൻ പിടിച്ചാണ് ദേവസ്വം ബോർഡ് കൊടുത്തിരിക്കുന്നത്. ആയിക്കോട്ടെ, ഇനി അവർക്ക് അങ്ങനെ കൊടുക്കണമെങ്കിൽ അങ്ങനെ കൊടുക്കാം. എങ്ങനെ കൊടുത്താലും ഞങ്ങളുടെ നിലപാടിലേക്ക് ദേവസ്വം ബോർഡ് ആശ്വാസകരമാണ്. നമ്മൾ എന്താണ് കുറച്ചുകൂടി ഗൗരവത്തോടുകൂടി ഈ സാഹചര്യത്തെ പരിശോധിക്കേണ്ടി വരുന്നത്? ഇതിന്റെ മുൻകാല ചരിത്രമാണ്. അതാണ് ഈ 2018 2009 കൊടുത്ത സത്യവാങ്മൂലം, അതിനുശേഷമുണ്ടാകുന്ന വിധി വരുന്നു. അപ്പോൾ ഇവിടേക്ക് ഒരു കൃത്യതയോടൊരു നിലപാട് എടുത്തിരുന്നെങ്കിൽ എത്രയോ വർഷങ്ങൾ കടന്നു പോവുകയാണ്. അതിൻ്റെ തിക്താനുഭവങ്ങൾ, അന്നുണ്ടായിട്ടുള്ള ഈ വലിയ കോലാഹലങ്ങളുടെ തിക്താനുഭവങ്ങളൊക്കെ പേർന്ന് എത്രയോ സംഭവവികാസങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇന്നിപ്പോൾ ഒരു സുപ്രഭാതത്തിൽ അടുത്തൊരു നിലപാടിലേക്ക് എത്തുകയാണ്. അത് ദേവസ്വം ബോർഡാണ് ചെയ്യുന്നത് എന്നുള്ളതാണ്. ദേവസ്വം ബോർഡാണ്, അല്ലെങ്കിൽ വകുപ്പ് മന്ത്രിക്കോ അല്ലെങ്കിൽ സർക്കാരിനോ അപ്പുറത്തേക്ക് ശബരിമലയിലെ ആചാരങ്ങളുമായി ബന്ധപ്പെട്ട് കൃത്യമായി ഇടപെടാൻ കഴിയുന്ന ഒരു സംവിധാനമാണ്. അപ്പോൾ അവിടെ എത്തുമ്പോൾ ഡയറക്റ്റ് ആദ്യമേ കാര്യങ്ങൾ അങ്ങ് സ്ഥാപിച്ചാൽ പോരായിരുന്നോ എന്നൊരു ചോദ്യം ഉണ്ടല്ലോ. അതിനെന്ത് മറുപടിയാണ്? അതോടൊപ്പം ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ, 10,000-കണക്കിന് ആൾക്കാരെയാണ് അറസ്റ്റ് ചെയ്തത്. 10,000-കണക്കിന്, അത് ഒട്ടും അതിശോക്തിയല്ല. 10,000-കണക്കിന് ആൾക്കാരെ അറസ്റ്റ് ചെയ്തു. അത്രയും ആൾക്കാർക്കെതിരെ കേസുണ്ട്. അന്ന് എനിക്കെതിരെ എടുത്ത 4 കേസുകൾ ഇന്നും നിലനിൽക്കുകയാണ്. ഞങ്ങളൊക്കെ കോടതിയിൽ ഫൈറ്റ് ചെയ്യാണത് ക്വാഷ് ചെയ്യാൻ വേണ്ടി. എത്രയോ പേർക്ക് വിദേശ യാത്രകളടക്കം വെളിയിൽ ജോലി കിട്ടിയിട്ട് പോകാൻ കഴിയാത്ത സാധാരണ അയ്യപ്പ ഭക്തർ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ എത്ര പേരെ ബുദ്ധിമുട്ടിച്ചു. പോട്ടെ, ഞങ്ങൾ ആ വിഷമം എടുക്കാൻ തയ്യാറാണ്. അയ്യപ്പന് വേണ്ടി ആ വിഷമവും വേദനയും സഹിക്കാൻ തയ്യാറാണ്. പക്ഷെ ഇപ്പോൾ പോലും അവിടെയും ഇവിടെയും തൊടാതാണ് കേരള ഗവൺമെന്റ് ഒരു നിലപാട് പറഞ്ഞിരിക്കുന്നത്. ആൾക്കാരോട് ചോദിക്കണം, മറ്റേ ആൾക്കാരോട് ചോദിക്കണം, ചുമ്മാ എവിടെയെങ്കിലും തൊടാതെ പറയുക. അങ്ങനെയല്ല. ഈ വിഷയത്തിൽ ഒരു സത്യസന്ധമായ നിലപാട് CPM ഗവൺമെന്റ് എടുക്കുന്നില്ല. തങ്ങൾക്ക് തെറ്റ് പറ്റിപ്പോയെന്ന് തുറന്ന് സമ്മതിക്കാൻ എന്തിനാണ് ഇത്ര ഈഗോ? അതിന്റെ സത്യസന്ധമായി സമ്മതിച്ചൂടെ? നമ്മളെല്ലാം ജീവിതത്തിൽ ശരി മാത്രം പറ്റുന്നവരാണോ? നമ്മുടെ എല്ലാം ജീവിതത്തിൽ തെറ്റ് പറ്റാറില്ലേ? അതേപോലെ രാഷ്ട്രീയ പാർട്ടികൾക്കും കോൺഗ്രസിനും CPM-നും BJP-ക്കും ഒക്കെ തെറ്റ് പറ്റും. ഞങ്ങൾക്ക് അന്നൊരു തെറ്റ് പറ്റി. ഈ വിഷയം മനസ്സിലാക്കുന്നതിനൊരു പാളിച്ച പറ്റി. ഞങ്ങൾ ആ പാളിച്ച എടുത്ത് തിരുത്തുന്നു എന്ന് കേരള ഗവൺമെന്റ് ശക്തമായി പറയുകയാണെങ്കിൽ അതല്ലേ CPM ഉദ്ദേശിക്കുന്ന പുതിയൊരു ചാപ്റ്റർ തുറക്കുക. അല്ലാതെ വളഞ്ഞ വഴിയിൽ അവിടെയും ഇല്ല ഇവിടെയും ഇല്ല എന്ന് പറയുന്നൊരു നിലപാടെടുക്കുന്നതിന് എന്തർത്ഥമാ ഉള്ളത്? അപ്പോൾ ഇനിയെങ്കിലും തങ്ങൾക്ക് പറ്റിയ ശരിയല്ലാത്ത നിലപാട് ഗവൺമെന്റ് തിരിച്ചറിയണം. അത് ഇലക്ഷൻ ആണെങ്കിലും അല്ലെങ്കിലും, അത് ഹിന്ദു വോട്ടുകളെ പേടിച്ചാണെങ്കിലും അല്ലെങ്കിലും, NSS-നോടുള്ള ബഹുമാന കാരണമോ അല്ലെങ്കിലും അങ്ങനെ ഒരു നിലപാടെടുക്കാൻ തയ്യാറാകണം. കാര്യം ശരിയും സത്യവും ഞങ്ങൾ വിശ്വാസികളുടെ ഭാഗത്താണ്. അങ്ങേക്ക് ഓർമ്മ കാണും, അന്ന് ആരും നമ്മളെ സപ്പോർട്ട് ചെയ്യാനില്ലായിരുന്നു. എന്നിട്ടും വിശ്വാസികൾ പോരാടി വിജയിച്ചതിന്റെ അടിസ്ഥാനം നമ്മളുടെ ഭാഗത്ത് ശരിയും സത്യവും ഉള്ളതുകൊണ്ടാണ്. അത് തിരിച്ചറിയുന്നില്ല CPM എന്നുള്ള വിഷമം ഇപ്പോഴും ഉണ്ട്. എന്നിരുന്നാൽ പോലും ദേവസ്വം ബോർഡ് നിലപാട് മാറ്റിയത് സ്വാഗതാർഹമാണ്. കഴിഞ്ഞ തവണ അയ്യപ്പന്റെ കാശെടുത്ത് അയ്യപ്പനെതിരെ സുപ്രീം കോടതി വാദിച്ചവരാണ് ദേവസ്വം ബോർഡ്. ഒന്ന് ആലോചിച്ച് നോക്കണം. അയ്യപ്പന്റെ സ്വാമിക്ക് വീഴുന്ന കാശെടുത്ത് അതേ അയ്യപ്പനെതിരെ സുപ്രീം കോടതിയിൽ വാദിക്കുകയും മറ്റും ചെയ്തു. പക്ഷേ കേരളം ഒരുമിച്ച് നിന്നാണ് അതിനെ എതിർത്തത്. അതിശക്തമായ പ്രക്ഷോഭങ്ങളും പോരാട്ടങ്ങളും ഉണ്ടായി. അതിന്റെ ഭാഗമായി മാറി
ഇന്ന് മാറിയ അവസരത്തിൽ എല്ലാവരും കൂടെ നിൽക്കട്ടെ, ആരെയും കുറ്റം പറയുന്ന അകറ്റി നിർത്തുന്നില്ല. പക്ഷെ ഇനിയെങ്കിലും കുറെ കൂടെ സത്യസന്ധമായിട്ട് ഈ വിഷയങ്ങൾ കാണണം. വളഞ്ഞ വഴിയിൽ മൂക്കിത്തൊടാൻ നോക്കരുത്. ശബരിമലയിൽ ഒരു ലിംഗവിവേചനവും ഇല്ല, പ്രായ നിയന്ത്രണമാണ് ഉള്ളത്, ഏജ് ഡിഫറൻസിയേഷൻ ആണ് ഉള്ളത്, സെക്ഷുവൽ ഡിസ്ക്രിമിനേഷൻ അല്ല. ശരി, വളരെയധികം നന്ദി രാഹുൽ ഈശ്വർ പ്രതികരിച്ചതിന്.